അടിപൊളി പടം. ഈ അടുത്ത കാലത്ത് ഞാൻ കണ്ടതിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് സിനിമ ഇതാകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട. കിടിലം പടം, ഒരു ലാഗുമില്ല, ഫുൾ എന്റർടൈൻമെന്റ്, ഫുള്ളൊരു പടം. എനിക്ക് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് അമ്പാനൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കുകയാണ്. ഒരു കിടിലയില്ല. ഇതിന്റെ ഡയറക്ഷൻ ആയാലും ക്യാമറ ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും വളരെ 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 മനോഹരമായ സിനിമയാണ്. കിടിലൻ സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും 100% ഗ്യാരണ്ടി ഞാൻ തരികയാണ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് വൺ ടൈം വാച്ചുകളായിട്ട് നിങ്ങൾ കാണണം. കുടുംബത്തോടെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കമന്റ്സ് എനിക്ക് സിനിമയ്ക്കകത്ത് പറയാനില്ല. അത്ര ഭയങ്കര സിനിമയാണ്. എന്തായാലും ഫുൾ ടൈം എന്റർടൈൻമെന്റ് ആണ്, ഒരു ലാഗുമില്ല, ഫുൾ ടൈം അടിപൊളി സിനിമ. അതുപോലെ തന്നെ ഫഹദ് ഫാസിലിന്റെ പ്രൊഡ്യൂഷൻ, അയാൾ കണ്ടിരിക്കുന്ന ഒരു സിനിമയാണിത്. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും നല്ല സിനിമയാവട്ടെ അമ്പാൻ, മികച്ച. അതുപോലെ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഓരോ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുകളും വളരെ വളരെ വിലപ്പെട്ട ആക്ടർമാരാണ്. എല്ലാവരും ഭാവിയിലേക്ക് ഇങ്ങനെ സിനിമ ചെയ്യണം. ഓരോ സിനിമ എടുക്കുമ്പോഴത്തേക്ക് ഓരോ ആക്ടറെ, പുതിയ ആക്ടർമാരെ കൊണ്ടുവന്ന് പരീക്ഷ നടത്തുന്ന ഒരു പ്രൊഡ്യൂസറെ നമുക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശ്രീജിത്ത് എന്ന് പറയുന്ന ഡയറക്ഷൻ അടിപൊളി. അതിന്റെ ഫ്രെയിം ആണെങ്കിലും ബീജം ആണെങ്കിലും പാട്ടാണെങ്കിലും കിടിലും. അനശ്വര രാജനൊക്കെ തകർത്ത് അഭിനയിച്ചിരിക്കണം. അമ്പാനും അതുപോലെ സലീം കുമാറിന്റെ മോനുണ്ട്. അതില് അമ്പാന്റെ സുഹൃത്തായിട്ട് അഭിനയിച്ചിരിക്കുന്ന പയ്യനുണ്ട്, കിടിലം. അതുപോലെ അമ്പാന്റെ അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. കിടിലം അടിപൊളി സിനിമയാണ്. ഈ വർഷത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതാകുമെന്നുള്ളത് യാതൊരു സംശയം വിചാരിക്കേണ്ട. കിടിലം പടം, പെർഫോമൻസ് അടിപൊളി പടം. ഒരുപാട് നാളിന് ശേഷം ത്രൂ ഔട്ട് കോമഡിയിൽ നിൽക്കുന്ന ഒരു പടമാണ്. എല്ലാത്തരം പ്രേക്ഷകരെയും 100% തൃപ്തിപ്പെടുത്തുന്നതാണ്. കുടുംബ പ്രേക്ഷകർക്ക് ഒന്നടങ്കം തിയേറ്ററിൽ വന്ന് പടം കാണാൻ കഴിയുന്ന തരത്തിൽ വളരെ മനോഹരമായിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് അഭിനയിച്ചവർക്കും അതുപോലെ തന്നെ ശ്രീജിത്ത് ബാബുവിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഒരു പൈങ്കിളി പ്രണയത ഫെബ്രുവരി 14 കാണാൻ പറ്റിയ പടം. ക്ലീശയാണ് ഫുൾ സംഭവം. അവരാദ്യം തന്നെ പ്രസന്റ് ചെയ്തേക്കുന്നത് ഒരു ക്ലീശ പൈങ്കിളി കഥ, ഒരു കുറച്ച് ഓവർ ദ പെർഫോമൻസ്. സജിന്റെ നല്ല രസം ഉണ്ടായിരുന്നു. ഒരു എന്താ പറയാ, എക്സ്ട്രീം അഴിച്ചിട്ട ഫീൽ ആയിരുന്നു. ഓരോ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് കാണാൻ പറ്റിയ ഒരു പൈങ്കിളി കുഞ്ഞി പ്രേമകഥ, അത്ര ഉണ്ട്. കാണുന്ന ആളുകളെ കിളിയില്ല. എന്താ പറയാ, ക്ലീശ സംഭവങ്ങളാണ്. അപ്പൊ അത് ക്ലീശയില്ലാതെ അവതരിപ്പിച്ചാണ്. പക്ഷെ അത് കുറച്ച് കോമഡീസ് ഒക്കെ അത്യാവശ്യം വർക്കൗട്ട് ആയിരുന്നു. ഓരോ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു വൺ ടൈം വാച്ച് കൊടുക്കും.